ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ സാമൂഹ്യശാസ്ത്രം ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. വിവിധ തരം തൊഴിലുകൾ നിരീക്ഷിക്കൂ. തൊഴിലുകളിൽ നിന്ന് മാത്രമാണോ കുടുംബത്തിന് വരുമാനം ഉണ്ടാകുന്നത്? നിങ്ങളുടെ അഭിപ്രായം. ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം കൂട്ടുകാരെ, തൊഴിലുകളിൽ നിന്ന് മാത്രമാണോ കുടുംബത്തിന് വരുമാനം ഉണ്ടാകുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യെസ്, എന്താണ് കൂട്ടുകാരുടെ നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇവിടെ എഴുതുക. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഫസ്റ്റ് എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? തൊഴിലുകളിൽ നിന്ന് മാത്രമാണോ കുടുംബത്തിന് വരുമാനം ഉണ്ടാകുന്നത് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് എന്ത് എഴുതാം? അല്ല. ഇതിന് എന്തൊക്കെയാണ്? ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ, കൃഷി, കമ്മീഷൻ, ലാഭം തുടങ്ങിയവയിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? യെസ്, വരുമാനം ലഭിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധതരം സാമ്പത്തിക അസമത്വത്തിന്റെ കാരണങ്ങൾ പട്ടികപ്പെടുത്തുക. നമുക്ക് എന്തൊക്കെ എഴുതാം? അതെ, തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം, അതുപോലെ തന്നെ എന്താണ്? യെസ്, വിഭവങ്ങളുടെ വിതരണത്തിലെ അസമത്വം. എന്തൊക്കെയാണ്? തൊഴിലും വരുമാനത്തിലുമുള്ള അസമത്വം, വിഭവങ്ങളിലെ വിതരണത്തിലെ അസമത്വം. ഓക്കെ, ദെൻ പ്രവർത്തനം 2 നോക്കാം. ഗ്രഹങ്ങളും അവയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഗ്രഹങ്ങളുടെ പേര് ചൊവ്വ. സവിശേഷത എന്താണ് കൂട്ടുകാരെ? ചുവന്ന ഗ്രഹമാണല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സവിശേഷതകളും എഴുതാവുന്നതാണ്. ദെൻ വലുപ്പത്തിൽ 2ാം സ്ഥാനം. ഗ്രഹം ഏതാണ്? യെസ്, നമുക്കറിയാം, ശനിയാണല്ലേ. ദെൻ യുറാനസ്, നമുക്ക് സവിശേഷത എന്തെഴുതാം? ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. ദെൻ സവിശേഷത കൊടുത്തിരിക്കുന്നു നോക്കൂ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഗ്രഹം ഏതാണെന്ന് മനസ്സിലായല്ലോ. ഏതാണ്? അതെ, ശുക്രനാണല്ലേ. ആൻസർ എന്താണ്? ശുക്രൻ. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് പ്രസ്താവനകൾ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. സൂര്യൻ ഒരു നക്ഷത്രമാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുണ്ട്. ഗ്രഹങ്ങൾ സ്വയം പ്രകാശിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? അതെ, സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നുള്ളതാണല്ലേ. എന്താണ്? സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഓക്കെ, ദെൻ പ്രവർത്തനം 3 നോക്കാം. ഭൂമിയുടെ പരിക്രമണവും ഭ്രമണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. അതിലേതാണ് വരുന്നത്? ഭ്രമണത്തിലാണല്ലേ. ദെൻ ഋതുവേദങ്ങൾ ഉണ്ടാകുന്നു. അത് പരിക്രമണത്തിലാണ് വരുന്നത്. ഇനി ഭ്രമണത്തിൽ ഏതൊക്കെയാണ് വരിക എന്ന് നോക്കിയാലോ. അതെ, സൂര്യൻ കിഴക്കുതിച്ച് എന്ത് ചെയ്യുന്നു? യെസ്, സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി അനുഭവപ്പെടുന്നു. അത് ഏതിലാണ് വരുന്നത്? അതെ, ഭ്രമണത്തിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാണ്? ഒരു കറക്കം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 44 സെക്കൻഡ് എടുക്കുന്നു. അത് നമുക്ക് ഭ്രമണത്തിൽ എഴുതാമല്ലേ. ദെൻ പരിക്രമണത്തിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നു. ദെൻ നെക്സ്റ്റ് ഏതെഴുതാം? അതെ, 365 ദിവസം കൊണ്ട് ഒരു കറക്കം പൂർത്തിയാകുന്നു. ദെൻ ഒരു നിശ്ചിത സഞ്ചാര പാതയിലൂടെ സൂര്യനെ ചുറ്റുന്നു. ഇതും ഏതിലാണ്? യെസ്, പരിക്രമണത്തിലാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അമേരിക്കയിലെ ന്യൂയോർക്കിൽ പകൽ സമയം നടക്കുന്ന കോപ്പ അമേരിക്ക മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണം കേരളത്തിൽ താമസിക്കുന്ന കുട്ടി രാത്രിയാണ് കാണുന്നത്. ഇതിനുള്ള കാരണമാണല്ലേ. ഇതിന് കാരണം ഭൂമിയുടെ ഏത് ചലനമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ചലനമാണ്? അതെ, ഭ്രമണമാണല്ലേ. ആൻസർ എന്താണ്? ഭ്രമണം. ഓക്കെ, ആൻസർ ഭ്രമണമാണല്ലേ. ഓക്കെ, ആൻസർ ഭ്രമണം. ഓക്കെ, ആൻസർ എന്താണ്? ഭ്രമണം. ഓക്കെ, ദെൻ പ്രവർത്തനം 4. സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഡയഗ്രാം പൂർത്തിയാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, കൃത്യമായി എഴുതപ്പെടാത്തവ. ദെൻ നിയമനിർമ്മാണ സഭകൾ വഴി രൂപപ്പെടുന്നവ. അപ്പൊ നമുക്കറിയാം, കൃത്യമായി എഴുതപ്പെടാത്തവയാണല്ലേ. അതേതാണ്? സാമൂഹിക വഴക്കങ്ങളായി രൂപപ്പെടുത്തുന്ന നിയമങ്ങളാണല്ലേ. ഏതാണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. ദെൻ ബി ഏതാവും? നിയമനിർമ്മാണ സഭകൾ വഴി രൂപപ്പെടുന്നവ. അതെ, വ്യവസ്ഥാപിതമായ സ്ഥാപനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. വ്യവസ്ഥാപിതമായ സംവിധാനം വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനത്തിന് കുട്ടികൾ പാലിക്കേണ്ട ഏതെങ്കിലും 2 വ്യവസ്ഥകൾ അഥവാ മാർഗനിർദ്ദേശങ്ങൾ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? സ്കൂളിന്റെ
ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ എഴുതുക. സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾ കുട്ടികൾ പാലിക്കേണ്ട ഏതെങ്കിലും 2 വ്യവസ്ഥകൾ നിങ്ങൾ എഴുതുക. ഓക്കെ. ദെൻ സി, കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട നിയമം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്? അതെ, ബാലാവകാശ നിയമമാണ്. ഏതാണ്? ബാലാവകാശ നിയമം. ഓക്കെ. ദെൻ നമുക്ക് പ്രവർത്തനം 5 നോക്കാം. ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ആയിരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്? ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ്? അതെ, ഒക്ടോബർ 16 ആണല്ലേ. ആൻസർ എന്താണ്? ഒക്ടോബർ 16. ദെൻ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകാനുള്ള കാരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെയാണ് പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്? അതേ, കാലാവസ്ഥയിലുണ്ടായ മാറ്റം, യുദ്ധം, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം. എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്? യെസ്, കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ, സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം. ഓക്കെ. ദെൻ സി ക്വസ്റ്റ്യൻ നോക്കാം. ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടത്തുന്ന റാലിക്ക് ആവശ്യമായ പ്ലക്കാർഡുകൾ തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ എഴുതാം നമുക്കിതിൽ? യെസ്, ഭക്ഷണത്തിന്റെ പ്രാധാന്യം നമുക്ക് എഴുതാം. ഭക്ഷണം അമൂല്യമാണ്, പാഴാക്കരുത്. ദെൻ ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം, പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ഇതൊക്കെ മുതലായവയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, പ്ലേ കാർഡ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ. ദെൻ പ്രവർത്തനം 6 നോക്കിയാലോ. നദികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ നോക്കൂ. ഏതാണ്? മലനാട്. ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത്. ഓപ്ഷൻ ബി ആണല്ലേ. മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താണ്? ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും ശുദ്ധജല വിതരണത്തിനുമുള്ള സർക്കാർ പദ്ധതികളാണ് ചുവടെ തന്നിരിക്കുന്നത്. അവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ഒഴുകട്ടെ. ഏതാണ്? അതെ, ഹരിത കേരളം മിഷൻ ആണല്ലേ. ഇനി ഞാൻ ഒഴുകട്ടെ, ഹരിത കേരളം മിഷൻ. യെസ്, ഹരിത കേരളം മിഷനാണ്. ദെൻ തെളിനീരൊഴുകും നവകേരളം. ഏതാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പാണല്ലേ. ദെൻ ജൽജീവൻ മിഷൻ. യെസ്, കേന്ദ്ര സർക്കാർ. ഓക്കെ. ജലസ്രോതസ്സുകളുടെ മലിനീകരണം തടയുന്നതിനുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ജലസ്രോതസ്സുകളുടെ മലിനീകരണം തടയുന്നതിനുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശം. നമുക്ക് എന്ത് എഴുതാം? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്താണ്? യെസ്, ജലസ്രോതസ്സുകളിലെ അശാസ്ത്രീയമായ മത്സ്യബന്ധനം ഒഴിവാക്കുക. എന്താണ്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക, ജലസ്രോതസ്സുകളിലെ അശാസ്ത്രീയമായ മത്സ്യബന്ധനം ഒഴിവാക്കുക. ഓക്കെ. ദെൻ പ്രവർത്തനം 7 നോക്കിയാലോ നമുക്ക്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സിൽ ഒരു ചുമർ പത്രിക തയ്യാറാക്കുന്നതിന് ആവശ്യമായ പ്രധാന ആശയങ്ങൾ പട്ടികപ്പെടുത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പ്രധാന ആശയങ്ങൾ നമുക്ക് എന്തൊക്കെ എഴുതാം? അതായത് കുട്ടികളുടെ അവകാശങ്ങളിലും അവകാശ സംരക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നമുക്ക് എഴുതാമല്ലേ. ദെൻ ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാണ്? അതെ, ജൂൺ 12 ആണ്. എന്നാണ്? ജൂൺ 12. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.